Hello, in this section we are discussing about the socio-economic and cultural impacts of tourism. The impacts of tourism include the effects of tourism on the environment and on destination communities and its economic contributions. ടൂറിസത്തിന്റെ ഇമ്പാക്റ്റിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ടൂറിസം എങ്ങനെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ ബാധിക്കുന്നു, എക്കണോമിക് പരമായിട്ട് എങ്ങനെ ബാധിക്കുന്നു, എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട് തുടങ്ങിയവയാണ്. Socio-cultural impacts are associated with interaction between people with differing cultural backgrounds, attitude and behaviors, and relationship to material goods. Socio-cultural impactsൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പീപ്പിളിന്റെ ഇന്ററാക്ഷൻ, അതായത് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികളുടെയും ലോക്കൽ ആയിട്ടുള്ള വ്യക്തികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവിടെ തന്നെ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരിൽ തന്നെ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ കാണും, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ ബിഹേവിയർ, ഒപ്പം തന്നെ മെറ്റീരിയൽ ഗുഡ്സിലോട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയവയാണ്. Economic impacts are usually seen as positive. എക്കണോമിക് ഇമ്പാക്റ്റ് പ്രധാനമായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ടൂറിസം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ എക്കണോമിക് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ്. Socio-cultural impact. The social impact of tourism development refer to the changes in the quality of life of residents of tourist destination. സോഷ്യൽ ഇമ്പാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്തെ ടൂറിസം ഡെവലപ്മെന്റ് ആ ഡെസ്റ്റിനേഷനിൽ താമസിക്കുന്ന റിസൈഡ് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നതാണ്. Social impacts not only benefit for the development of tourism, but also interaction between the residents and visitors and promote social transformation. Social impact എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ ഡെവലപ്മെന്റിനെ മാത്രം ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഘടകമല്ല, പകരം വിസിറ്റേഴ്സിന്റെയും റെസിഡൻസിന്റെയും ഇന്ററാക്ഷൻ കൊണ്ട് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ കോവളത്തുള്ളേക്ക ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ മനോഹരമായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അവർ ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നത് ടൂറിസ്റ്റിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇനി സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Commodification of culture, demonstration effect and acculturation. Commodification of culture അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ വാണിജ്യവൽക്കരണം. Commodification of culture refers to the use of a cultural tradition and artifacts in order to sell and profit for the local economy. Commodification of culture എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ ട്രഡീഷനെയും പാരമ്പര്യത്തെയും അതുപോലെ തന്നെ ആർട്ടിഫാക്ട്സിനെയും ഒരു പ്രദേശത്ത് തനതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കളെ ലാഭത്തിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യുക, ലോക്കൽ എക്കോണമി ലാഭത്തിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്നതിനെയാണ് കമോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഇപ്പോൾ ആറന്മുള കണ്ണാടി അത് ലോക്കലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്, അത് ടൂറിസ്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് എന്ന ഉദ്ദേശത്തോടു കൂടെ വിൽക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉൽപ്പന്നം വിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കഥകളി തന്നെ ഒരു മാർക്കറ്റിംഗ് രീതിയിൽ അവതരിപ്പിക്കുന്നെങ്കിൽ അതൊക്കെ കമോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ ആണ്. There are both positive and negative socio-cultural impacts on commodification of culture. ഈ commodification of culture ഉണ്ട് പോസിറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്, നെഗറ്റീവ് socio-cultural impactsഉം ഉണ്ട്. One positive is the creation of business and job for local craftsmen who are able to sell their goods to tourists. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ക്രാഫ്റ്റ്സ്മാന് ഇതൊരു ബിസിനസ് ആക്കുകയും അല്ലെങ്കിൽ ഇതൊരു ജോബ് ആക്കുകയും ചെയ്യാനും തങ്ങളുടെ ഉൽപ്പന്നം ടൂറിസ്റ്റിന് വിൽക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. Rural tourism is seen as a cure for poverty and leads to the improvement of transportation and development of telecommunications in an area.
ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ടൈപ്പ് ടൂറിസമാണ് റൂറൽ ടൂറിസം. പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടൂറിസമാണ്. അപ്പോൾ റൂറൽ ടൂറിസം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ദാരിദ്ര്യം ഒരു വിധത്തിൽ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനും മാത്രമല്ല ആ ഒരു പ്രദേശത്തെ ട്രാൻസ്പോർട്ടേഷനും ടെലികമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ടൂറിസം സഹായിക്കാറുണ്ട്. For the tourist, commodification creates an interest for the traditional arts and social practices. ഈ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ആർട്സും അതുപോലെ തന്നെ സോഷ്യൽ പ്രാക്ടീസസും ഒക്കെ കാണുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ കമ്മോഡിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഥകളിയോ അല്ലെങ്കിൽ തിരുവാതിരയോ ഒക്കെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു കലയോട് ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വാങ്ങാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അവർക്ക് തോന്നാറുണ്ട്. Negative impact include modernizing cultural artifacts. Locals lose the value to their existing culture. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ സംസ്കാരത്തിന് തനതായിട്ടുള്ള കുറച്ച് ശൈലികൾ കാണും, കുറച്ച് ആചാരങ്ങൾ കാണും, അതെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അതെല്ലാം അവർ കമ്മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ കച്ചവടവൽക്കരിക്കുമ്പോഴത്തേക്കും തനതായിട്ടുള്ള അതിന്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, അനുകരണം. The demonstration effect argues that the local inhabitants copy the behavioral patterns of tourists. Demonstration effectil പറയുന്നത് ലോക്കൽ ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ് ടൂറിസ്റ്റിന്റെ ബിഹേവിയറൽ പാറ്റേൺസ് അതുപോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. One economic and social reason is that locals copy the consumption pattern of those higher up the social scale in order to improve their social status. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് എങ്ങനെയാണ് കൺസംഷൻ ചെയ്യുന്നത് അതേ പാറ്റേൺ ലോക്കൽസും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള കൺസംഷൻ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യും എന്നൊരു തോന്നൽ കൊണ്ട് എങ്ങനെയാണോ ടൂറിസ്റ്റ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ളവരും ബിഹേവ് ചെയ്യാൻ തുടങ്ങും. Tourism has also been accused of affecting social behavior of young members of a house society. ടൂറിസത്തിന്റെ മറ്റൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ യങ്ങറായിട്ടുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലുള്ള ഇൻഡിവിജ്വൽസിന്റെ യങ്സ്റ്റേഴ്സ് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. They imitate what tourists do, impacting traditional value system. ടൂറിസ്റ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവരും പ്രവർത്തിക്കാൻ തുടങ്ങും. അവർക്ക് സ്വന്തമായിട്ട് കുറെ വാല്യൂസും ട്രഡീഷൻസും ഒക്കെ കാണും. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ടൂറിസ്റ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ യങ്സ്റ്റേഴ്സ് ശ്രമിക്കും. Acculturation. Acculturation is the process of modifying an existing culture through borrowing from the more dominant of culture. Acculturation എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൾച്ചറിന്റെ സ്വഭാവം മറ്റു കൾച്ചറിൽ നിന്ന് കടം വാങ്ങുന്നത് വഴി മറ്റു കൾച്ചേഴ്സിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് മാറുന്നതിനെയാണ് പറയുന്നത്. Typically in tourism, the community being acculturated is the destination community. ടൂറിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അക്കൾച്ചറേഷൻ നേരിടുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ കമ്മ്യൂണിറ്റി, അതായത് ഒരു ടൂറിസ്റ്റ് സൈറ്റിൽ ജീവിക്കുന്ന വ്യക്തികൾക്കാണ് അവിടെ കൾച്ചറിന് മാറ്റം സംഭവിക്കുന്നത്. വിച്ച് ദെൻ എക്സ്പീരിയൻസസ് ഡ്രമാറ്റിക് ഷിഫ്റ്റ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് വേൾഡ് വ്യൂ. ഈ അക്കൾച്ചറേഷൻ സംഭവിക്കുന്നത് വഴി അവരുടെ സോഷ്യൽ സ്ട്രക്ചറിനും അവരുടെ വേൾഡ് വ്യൂവിനും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. Acculturation is often seen as a method of modernizing a community. Acculturation എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ മോഡർണൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Positive socio-cultural impacts. Public facilities such as park benches are kept by the community for the tourists, improving the overall aesthetics of the host community. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലെ ബെഞ്ചസ്, പാർക്ക് അല്ലെങ്കിൽ മറ്റു പബ്ലിക് ഫെസിലിറ്റീസ് എല്ലാം തന്നെ നല്ല രീതിയിൽ അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. കാരണം വരുന്ന വ്യക്തികൾക്ക് തങ്ങളെ പറ്റി ഒരു മതിപ്പ് തോന്നാൻ വേണ്ടി നല്ലൊരു ഈസ്തറ്റിക്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് കമ്മ്യൂണിറ്റി പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. Tourism leads to intercultural interaction. Tourists often engage and learn from the locals. ടൂറിസം എന്ന് പറയുന്നത് ഇന്റർ കൾച്ചറൽ ഇന്ററാക്ഷന് കാരണമാകുന്നുണ്ട്. ടൂറിസ്റ്റ് ലോക്കൽസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും, അവരായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. Tourism can also increase pride in locals. They want to show off their community that tourists have chosen to visit. ടൂറിസം
ലോക്കലായിട്ട് താമസിക്കുന്ന വ്യക്തികളിൽ അഭിമാനമുണ്ടാക്കാറുണ്ട്. ഏത് വ്യക്തികളാണോ അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് അവർക്ക് തങ്ങളുടെ പ്രദേശത്തിനെ പറ്റി ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ലോക്കൽസ് ശ്രമിക്കാറുണ്ട്. തങ്ങളുടെ ഫുഡിനെ പറ്റിയിട്ട്, തങ്ങളുടെ കൾച്ചറിനെ പറ്റി, തങ്ങളുടെ ട്രഡീഷനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ലോക്കൽസ് ശ്രമിക്കാറുണ്ട്. Entertainment and recreational facilities will allow for more opportunity to socialize and engage with each other. എന്റർടൈൻമെന്റും റിക്രിയേഷണൽ ഫെസിലിറ്റീസും ഒക്കെ തന്നെ ലോക്കൽസിനെയും ടൂറിസ്റ്റിനെയും തമ്മിലുള്ള ഇന്ററാക്ഷന് വളരെയധികം നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. Tourism can be beneficial for the host community as it provides a financial means and incentive to preserve cultural histories, local heritage sites and customs. ടൂറിസം എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം ഫിനാൻഷ്യലി വളരെയധികം ബെനിഫിറ്റ് ആണ്. മാത്രമല്ല അവർക്ക് തങ്ങളുടെ ഹിസ്റ്ററി, ലോക്കൽ ഹെറിറ്റേജ് സൈറ്റ്സ്, കസ്റ്റംസ് ഒക്കെ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെന്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It stimulates interest in local craft, traditional activities, song, dance, and oral histories. It also opens up the community to the wider world, new ideas, new experience, new way of thinking. ഒന്ന് ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ, അതായത് ട്രഡീഷണൽ ആക്ടിവിറ്റീസ്, ഡാൻസ്, സോങ്, ഓറൽ ഹിസ്റ്ററീസ്, ലോക്കൽ ക്രാഫ്റ്റ്സ് തുടങ്ങിയതിലൊക്കെ ടൂറിസ്റ്റിന് ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് പുതിയ ഐഡിയയും പുതിയ എക്സ്പീരിയൻസും ന്യൂ വേസ് ഓഫ് തിങ്കിങ് ഒക്കെ ലഭിക്കുന്നുണ്ട്. നെഗറ്റീവ് socio-cultural impacts. Cultural clashes. Tourism involves the movement of people of different geographical location, culture, religion, language. This may lead to the cultural clashes. ഇനി സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സിലെ നെഗറ്റീവ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൾച്ചറൽ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികളും അതുപോലെ ലോക്കൽസ് ആയിട്ടുള്ള വ്യക്തികളും ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ളവരാണ്, ഡിഫറെൻറ്റ് കൾച്ചറിൽ, ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ, ഡിഫറെൻറ്റ് റിലീജിയനിലുള്ളവരാണ്. ഈ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരിൽ തന്നെ പല കൾച്ചറിൽ നിന്നും പല ലാംഗ്വേജിൽ നിന്നും പല രാജ്യത്തും വരുന്നവർ കാണും. ഇത് കൾച്ചറൽ ക്ലാഷിന് ഇടയാക്കാറുണ്ട്. Irritation due to tourist behavior as tourists fail to respect the local customs and moral values. ഇനി ഒരു ടൂറിസ്റ്റ് വരുന്നു, അയാൾക്ക് നമ്മുടെ കസ്റ്റംസും അല്ലെങ്കിൽ മോറൽ വാല്യൂസും ഒന്നും ഇഷ്ടമായില്ലെങ്കിൽ അയാൾ മറ്റൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ലോക്കൽസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ക്രൈം. Crimes are typically those of rowdy behavior, alcohol, illegal drug use, loud noise, and in addition gambling, sex market may increase due to tourists looking for a good time. ക്രൈമിൽ പ്രധാനമായിട്ടുള്ളത് ആളുകളുടെ റൗഡി ബിഹേവിയർ, ആൽക്കഹോളിന്റെ യൂസ്, ഡ്രഗ് യൂസ്, ലൗഡ് നോയ്സ്, ഒപ്പം തന്നെ ഗാംബ്ലിങ്ങും സെക്സ് മാർക്കറ്റും തുടങ്ങിയവയാണ്. Social conflicts related to land uses, for example, construction of resorts in coastal area. ഇനി ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികളൊക്കെ താമസിക്കുന്നെങ്കിൽ അവരെ കുടിയൊഴിപ്പിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ റിസോർട്ടിന്റെ കൺസ്ട്രക്ഷനോ ഹോട്ടലിന്റെ കൺസ്ട്രക്ഷനോ ഒക്കെ വരുന്നെങ്കിൽ അത് സോഷ്യൽ കോൺഫ്ലിക്ട്സിന് കാരണമാകും. Tourism has also caused more disruption in host community. Crowding of locals and tourists may create a vibrant ambience. It also causes frustration and leads to withdrawal of local residents in many places. ടൂറിസം ചില സമയത്ത് ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസിന് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു വൈബ്രന്റ് ആംബിയൻസ് അവിടെ കിട്ടാതെ വരികയും എപ്പോഴും ബഹളം ആയതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുകയും കുറേ ആളുകൾ ആ സ്വന്തം സ്ഥലം വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിലോട്ട് താമസം മാറിപ്പോകുന്നതും കണ്ടുവരുന്നുണ്ട്. Economic impacts. Global tourism in 2014 contributed 3.7% to the world GDP, with its total contribution rising to almost 10% of world GDP. 2014 കണക്കനുസരിച്ച് ഗ്ലോബൽ ടൂറിസം GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 3.7% ആണ്. വരും കാലങ്ങളിൽ അത് 10% വരെയായിട്ട് വർദ്ധിക്കാം. The economic contribution of tourism is felt in both direct and indirect ways. ടൂറിസത്തിന്റെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ രണ്ട് രീതിയിലാണ് വിലയിരുത്തുന്നത്, ഡയറക്റ്റ് വേയിലും ഇൻഡയറക്റ്റ് വേയിലും. ഡയറക്റ്റ് വേ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് സെൽ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റ് ആണ്. ഇവിടെ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അക്കോമഡേഷൻ, എന്റർടൈൻമെന്റ്, ഫുഡ്, ബിവറേജ് സർവീസസ്, മറ്റ് റീറ്റെയിൽ ഷോപ്സ്. Then residents, visitors, businesses, and various levels of government all influence direct tourism impact through their spending in or near a given tourism area. ഇനി റെസിഡൻസും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്നവരും ബിസിനസ്സുകാരും ഗവൺമെന്റും ഒക്കെ ടൂറിസം സൈറ്റിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവരും ഡയറക്റ്റ് ആയിട്ട് പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും എക്കോണമിയിൽ നടത്തുന്നുണ്ട്.
Indirect economic impacts of tourism can be found in investment spending surrounding a tourism offering from private and government interests. Indirect economic benefits കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ്. പോസിറ്റീവ് എക്കണോമിക് ഇമ്പാക്ട്സ്. പോസിറ്റീവ് എക്കണോമിക് ഇമ്പാക്ട്സിൽ പ്രധാനമായിട്ടും എന്തൊക്കെ ഘടകങ്ങൾ വരുമെന്ന് നോക്കാം. A positive impact can refer to the increase in job, higher quality of life of locals and an increase in wealth of an area. പോസിറ്റീവ് ഇമ്പാക്റ്റിൽ ആദ്യം വരുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവുക, മാത്രമല്ല ലോക്കൽ പീപ്പിളിന് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നത്, മാത്രമല്ല ഒരു ഏരിയയുടെ വെൽത്ത് കൂടുന്നത്. Tourism encourages the rebuilding, restoring of historical sites and revitalization of culture. ടൂറിസം ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിന്റെ റീബിൽഡിങ്ങിനും റീസ്റ്റോറിങ്ങിനും സഹായിക്കുന്നതിനൊപ്പം കൾച്ചറൽ റിവൈവ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. The tourist destination enjoys positive impacts if there have been improvements to the natural environment such as protection, national park or man-made infrastructure, waste treatment plants, etc. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റ്സിന് നാച്ചുറൽ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ തുടങ്ങാറുണ്ട്. ഒപ്പം തന്നെ മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് തുടങ്ങാറുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. Tourism provides the economic stimulus to allow for diversification of employment, income potential and develop resources within the community. Tourism ഒരു സ്ഥലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്, ഒപ്പം തന്നെ അവിടുത്തെ ലോക്കലായിട്ട് കണ്ടുവരുന്ന റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. Improvements in infrastructure and services can benefit both the locals and the tourists. ഇനി ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഡെവലപ്മെന്റ് ടൂറിസ്റ്റിനെയും ഒപ്പം തന്നെ ലോക്കൽസിനെയും ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. Negative economic impacts. Resource use conflict. These are conflicts between tourists and local population for the use of prime resources like water, energy because of scarce supply. ഒന്നാമത്തത് റിസോഴ്സ് യൂസ് കോൺഫ്ലിക്റ്റ്. ഒരു പ്രദേശത്തെ റിസോഴ്സ് പ്രധാനമായിട്ടും അവിടുത്തെ ലോക്കൽ പീപ്പിളിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ടൂറിസ്റ്റ് കൂടുതലായിട്ട് വരുമ്പോൾ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യും. അപ്പോൾ അത് സഫർ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് അവിടുത്തെ ലോക്കൽ പീപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് റിസോഴ്സ് യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അത് അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഉള്ളതായിരിക്കും അവിടെ ഉള്ളത്. പക്ഷെ ടൂറിസ്റ്റ് വരുന്നത് കാരണം കൂടുതൽ സപ്ലൈ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ലോക്കൽ പീപ്പിളിനുള്ള സപ്ലൈ അവിടെ സ്കേഴ്സ് ആയിട്ട് മാറും. The economies of tourism have been shown to push out local tourism business owners in favor of strangers to the region. മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണുന്നത് വലിയ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ അവിടെയുള്ള ലോക്കൽ പീപ്പിളിനെ അല്ലെങ്കിൽ ലോക്കൽ ടൂറിസ്റ്റ് ബിസിനസ് ഓണേഴ്സിനെ മാറ്റിയിട്ട് പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സ് അവിടെ ഓൺ ചെയ്യും. അപ്പോൾ ലോക്കൽസിന് കിട്ടുന്ന ബെനിഫിറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. Foreign companies are also known to hire the non-resident seasonal workers because they can pay those individual lower wages, which further contributes to the economic leakage. ഇനി ഫോറിൻ കമ്പനീസ് ഒക്കെ അവരുടെ ഹോട്ടൽസോ ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഹയർ ചെയ്യുന്നത് ലോക്കൽ പീപ്പിളിനെ ആയിരിക്കില്ല, പകരം മറ്റു നോൺ റെസിഡന്റ് ആയിട്ടുള്ള സീസണൽ വർക്കേഴ്സിനെ ആയിരിക്കും. കാരണം അവർക്ക് കുറച്ചുകൂടെ കുറഞ്ഞ വേജസിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വർക്കേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവിടെ ലോക്കൽ വർക്കേഴ്സിന് ലോക്കൽ റെസിഡൻസിന് അവർക്ക് ആവശ്യമുള്ള തൊഴിൽ അവിടെ ലഭിക്കുന്നില്ല. Tourism can raise property value near the tourism area, affecting pushing out the locals and encouraging business to migrate inwards to encourage and take advantage of more tourism spending. ടൂറിസം ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ലാൻഡ് വാല്യൂസ് കൂടാറുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ലോക്കൽ പീപ്പിളിന് അവിടുത്തെ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാലക്രമേണ ലോക്കൽസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. കൂടുതൽ ബിസിനസ്മെനും ഒപ്പം തന്നെ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിരിക്കും കൂടുതൽ ആ ഒരു ടൂറിസ്റ്റ് ഏരിയ കൈകാര്യം ചെയ്യുന്നതും കൈയടക്കി വയ്ക്കുന്നതും.